പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, താഴേക്കാട് ഇടവകയിലെ വാർഷിക ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. നിങ്ങളുടെ പ്രാർത്ഥനയിലെ അഭിഷേക ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുന്ന ഒരു കാര്യമാണ്, നീ തീരുമാനിക്കുന്ന കാര്യം നിനക്ക് സാധിച്ചു കിട്ടും, നിന്റെ പാതകൾ പ്രകാശിതമാകും. എപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതായത് ഒരു വ്യക്തി കർത്താവിൻ്റെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, ദൈവം ആ വ്യക്തി കടന്നു ചെല്ലുന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കും, കടന്നു ചെല്ലുന്ന വഴികളെല്ലാം വിശുദ്ധീകരിക്കും, കടന്നു ചെല്ലുന്ന വഴികളിൽ നമുക്ക് മുൻപ് ദൂതന്മാരെ കർത്താവ് അയക്കും. എപ്പോഴാണിത് സംഭവിക്കുന്നത്? ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ സ്വർഗം കാണിച്ചു തരുന്ന, യേശു കാണിച്ചു തരുന്ന വഴിയിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദൈവ പൈതലിൻ്റെ ഓരോ പ്രഭാതത്തിലും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ മകൾ പ്രാർത്ഥിക്കണം, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എന്നെ വഴി നടത്തണമേ, എന്നെ സ്വർഗം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ മാത്രമാണ്, പ്രിയ സഹോദരങ്ങളെ, ഈ പറഞ്ഞ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നത്. വി വിൽ ബി എ ബ്ലെസ്സിങ്. നമ്മളൊരു അനുഗ്രഹമായി തീരും. ഇത് ചെയ്യാത്തിടത്തോളം കാലം, പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും വി വിൽ ബി എ കേഴ്സ്. നമ്മളൊരു ശാപമായി തീരും. അതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നോക്കിയാൽ അവസാനത്തെ ദിവസം എന്ന് പറഞ്ഞല്ലോ, ഒരു രഹസ്യം ചൊല്ലി നമ്മുടെ താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ഇടവയ്ക്ക് വേണ്ടി കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. യേശുദാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, എപ്പോഴും എന്നേക്കും. ആമേൻ.